ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നത്തെയും പോലെ രാവിലെ തന്നെ കേട്ടോ നമ്മുടെ പരിപാടികളൊക്കെ തുടങ്ങി. രാവിലെ ധ്വനി ബേബിക്കുള്ള കുളിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് അവൾക്ക് കോറ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അപ്പോൾ അരച്ച് വെച്ച കോറ ഫ്രിഡ്ജിൽ ഊറാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങോട്ട് പെട്ടെന്ന് ആയി കിട്ടും ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെ അവൾക്ക് കോറയൊക്കെ കുളിപ്പിച്ചതിന് ശേഷം കോറയൊക്കെ വിരകി അവളെ കഴിക്കാൻ കൊടുത്ത് കിടത്തി ഉറക്കിയതിന് ശേഷം കേട്ടോ നമ്മൾ ബാക്കിയുള്ള അടുക്കളപ്പണിക്കൊക്കെ തുടങ്ങിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നിനും സമ്മതിക്കില്ല. അപ്പോൾ മുട്ടൂത്തി ഇങ്ങനെ പോവാനൊക്കെ തുടങ്ങിയത് കൊണ്ട് അവൾ ഉമ്മറത്തേക്കൊക്കെ പോവാട്ടോ. ഉമ്മറം കുറച്ച് താഴ്ചയുള്ളത് കൊണ്ട് താഴത്തേക്ക് അങ്ങനെ പോയാലെന്നൊക്കെ പേടിയാണ്. അതുകൊണ്ട് അമ്മയ്ക്കാണെങ്കിൽ ഒന്ന് ഓടിപ്പോയി പിടിക്കാനോ ഒന്ന് എടുക്കാനോ ഒന്നും പറ്റാത്തതുകൊണ്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ എന്തെങ്കിലും അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഞാനിപ്പോൾ എന്താ ചോദിച്ചിട്ട് ഉമ്മറത്തെ വാതിൽ അടച്ചിടാറാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവൾ ഉറങ്ങാതെ ഒരു പണി നടക്കില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷത്തിലേക്കും നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് നമ്മുടെ പാലക്കാടൻ സ്റ്റൈലിലുള്ള പുളിഞ്ചാറാണ് കേട്ടോ. എല്ലാവർക്കും അറിയായിരിക്കും, കാരണം സിമ്പിള് പരിപാടിയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ചെറിയുള്ളിയും അതുപോലെ വറ്റൽമുളകും അതേപോലെ ഞാൻ പച്ചമുളക് ഒരു എരിവിന് വേണ്ടിയിട്ടൊരു നല്ല എരിവുള്ള 2 മുളക് കീറിയിട്ട് കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു എരിവും വേണം. പുളി മാത്രമായിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ 2-3 പച്ചമുളകും കീറിയിട്ട് വറ്റൽമുളകും ചെറിയുള്ളി കുറച്ച് അധികം എടുത്തിട്ടോ തൂമിക്കാനേ നല്ല ടേസ്റ്റാണ്. കാരണം നമ്മൾ ഈ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റേഷൻ അരി, നമ്മുടെ വെള്ളരി ഉണ്ടായിരുന്നില്ലേ, റേഷൻ അരിയൊക്കെ കിട്ടുമല്ലോ, ആ ചോറിനൊക്കെ എന്തൊരു കോമ്പിനേഷനാണെന്നറിയോ ഈ ഒരു പുളിഞ്ചാറ്. നമ്മൾ എത്ര ചോറുണ്ടായാലും മതിയാവുകയില്ല. കാരണം നമുക്ക് തേങ്ങ അരച്ച കറികളൊന്നും ഇപ്പം ആ ചോറിലേക്ക് മാച്ചാവുകയില്ല. കാരണം നമുക്ക് തോന്നും എന്തോ ഒരു രുചിക്കുറവ് പോലെ തോന്നും. ഇങ്ങനെയുള്ള എരിവുള്ള അതേപോലെ നമ്മൾ ഉണക്കമീൻ, മാന്തള മീനൊക്കെ നമ്മൾ പുളി ഒഴിച്ച് വറ്റിക്കുമല്ലോ, അതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ആ ചോറിന് നല്ല കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. അങ്ങനെയൊക്കെ വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്നിവിടെ പറയുന്നത് പുളിഞ്ചാറും വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇന്ന് കുറേ ദിവസം എപ്പോഴും സാമ്പാർ. അപ്പോൾ അതെല്ലാവരും പറയാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സബ്സ്ക്രൈബേഴ്സുകളായാലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പറയട്ടോ, എന്താ ഈ വീട്ടിൽ എന്നും സാമ്പാറാണ്, നിങ്ങൾക്കത് കഴിച്ചിട്ട് എന്താ മടുപ്പില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. ഇവർ 2 പേരും ഒരു ദിവസം അത് വെച്ചാൽ 2 പേരും കഴിക്കണത് അത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു കറി വെച്ചാൽ ഒരാൾ കൂട്ടില്ല, ഒരു കറി വെച്ചാൽ ഒരാൾ കൂട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ 2 പേരും കഴിക്കണ കറി വെച്ചാൽ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അത് അല്ലെങ്കിൽ 2 കറി വെക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ നമ്മളതാ ഉള്ളി വറ്റൽമുളകും 2-3 പച്ചമുളകൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കേട്ടോ. പിന്നെ ഞാൻ ആ സമയത്ത് തന്നെ കറിവേപ്പില ഇട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളി നല്ല ഇത് വഴഞ്ഞ് വരുമ്പോഴത്തേനും ചിലപ്പോൾ അതങ്ങാനും നല്ല കരിഞ്ഞു പോയാലോ എന്ന് പേടിച്ചിട്ടേ അത് ഇടാൻ നിന്നില്ല കേട്ടോ. അപ്പം ഞാൻ അതിന് ശേഷം പിന്നെ പുളിയൊക്കെ ഒഴിച്ച് പാർന്ന് ഉപ്പൊക്കെ ഇട്ടതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ കറിവേപ്പില ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം അങ്ങനെ സിമ്പിൾ പരിപാടിയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് പിന്നെ നമ്മൾ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ അതുപോലെ രാജേഷേട്ടനൊക്കെ അത് കൂട്ടും ചെയ്യും കേട്ടോ. പിന്നെ കുറച്ച് എന്ത് കറി വെച്ചാലും കുറച്ച് തുള്ളി ചാറ് എടുത്തിട്ടാണ് ഏട്ടൻ കഴിക്കാറ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണങ്ങളൊന്നും അങ്ങനെ കറിയത്തെ എടുത്ത് കഴിക്കില്ല. അപ്പോൾ വെറും ചാറ് കൂട്ടിയിട്ടാണ് രാജേട്ടൻ കഴിക്കാറ് കേട്ടോ. പിന്നെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ട് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു, ചേച്ചി ലൈഫ് സ്റ്റോറിയൊക്കെ പറയുന്നതൊക്കെ നന്നായിരിക്കും കേട്ടോ വീഡിയോയുടെ കൂടെ എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ലൈഫ് സ്റ്റോറിയൊക്കെ പറയാന്നുണ്ടെന്നുണ്ടെങ്കിൽ മോളെ ഒരുപാടുണ്ട്, നമുക്ക് തീരില്ല, തുടർക്കഥ പോലെ പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലൊക്കെ അമ്മയ്ക്കൊക്കെ വയ്യാതെ ആയതിനു ശേഷം, അതായത് അച്ഛൻ പോയതിന് ശേഷം ഞങ്ങൾ 3 പെൺകുട്ടികൾ, അമ്മ, അപ്പം ഞങ്ങൾ 3 പേരും കൂടി കടയിൽ പോയിട്ടൊക്കെയാണ് ഞങ്ങളെ എന്താ പറയുക നമ്മൾ മുന്നോട്ട് പോയിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്കിപ്പോൾ ഇപ്പോൾ പണ്ടത്തെ പോലെ വേറെ എന്തെങ്കിലും ജോലിക്ക് പോവേ, അല്ലെങ്കിൽ പണ്ടൊക്കെ പറഞ്ഞാൽ പാടത്തെ പണിയായിരുന്നു. എത്ര പഠിച്ചാലും പഠിച്ചിട്ടില്ലെങ്കിൽ ആൾക്കാർ പാടത്തെ പണിക്കല്ല ഓടും. ഇപ്പോൾ ആ പണിയൊന്നും ഇല്ല താനും. ഇന്നൊക്കെ എന്താ പറയുക വൈറ്റ് ജോബ് അന്വേഷിച്ച് പോണ ആൾക്കാരല്ലേ. അപ്പോൾ നമ്മൾ കടയിൽ പോയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ നമ്മുടെ ഉപജീവന മാർഗം എന്നൊക്കെ പറയുന്നത്. ഇപ്പോൾ നമുക്ക് വേറൊരു ജോലി അറിയൂല. പിന്നെ ഇപ്പോൾ ഞാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് വിദ്യാഭ്യാസമൊന്നും പറയാനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ അങ്ങനെ ഒരാൾക്ക് കല്യാണം വന്നു, അവളെ കല്യാണമൊക്കെ കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് താമസം എടുത്തു കേട്ടോ ചെറിയ അനിയത്തിയുടെ കല്യാണം ഒക്കെ ശരിയാവാനൊക്കെ. അമ്മയ്ക്കൊക്കെ വയ്യാതെ ആയതുകൊണ്ടൊക്കെയും
അമ്മയ്ക്കൊന്നും പുറത്ത് ജോലിക്ക് പോകാനൊന്നും വയ്യാതായി. പിന്നെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നമ്മുടെ തലയിലായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഏതൊരു വീട്ടിൽ മുതിർന്ന ആൾക്കാരുണ്ടായാലും മൂത്ത ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഉത്തരവാദിത്തങ്ങളും ബാധ്യതകളൊക്കെ നമുക്ക് തന്നെ ആയിരിക്കും. അപ്പോൾ ചെയ്യുന്നവർ ചെയ്യും, അല്ലാത്തവർ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ നമ്മൾ അതേപോലെ എൻ്റെ വീട്ടിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു വീടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മയുടെ തറവാട്ടിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ അമ്മയുടെ ഒരു അനിയത്തിക്ക് സുഖമില്ലാതിരിക്കുക, അതേപോലെ തന്നെ അമ്മമ്മയ്ക്ക് 30 വർഷമായിട്ട് കിടപ്പിൽ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട് പോരുന്നൊന്നും ഞങ്ങൾ ആരും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഇന്നത്തെ ഈ നിലയിൽ ഇന്നിപ്പോൾ ഞങ്ങൾ വലിയ നിലയിലാണെന്നൊന്നല്ല പറയുന്നത്. ഇത് തന്ന ദൈവത്തിന് സ്തുതി പറയുകയാണ് കേട്ടോ നമ്മൾ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെയും കാട്ടിലും കഷ്ടം അനുഭവിക്കുന്ന എത്രയോ പേരുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ എത്തിച്ചത് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഷ്ടപ്പാടും അല്ലെങ്കിൽ നമ്മുടെ പ്രയത്നം കൊണ്ട് തന്നെയാണ്. നമ്മളൊന്നിനും പോവാതെ അല്ലെങ്കിൽ നമ്മൾ ചടഞ്ഞുകൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമോ? ഒന്നുമില്ല. അപ്പോൾ നമ്മൾ കുറേ പ്രയത്നിക്കുക എന്ന് പറയുക. അപ്പോൾ അതുപോലെ നമുക്ക് നാട്ടിലായാലും വീട്ടിലായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഇത് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കണം. നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങണമെന്നോ കഴിക്കണമെന്നോ അല്ലെങ്കിൽ ഒരു നല്ല ഡ്രസ്സ് ഇടണമെന്ന് വിചാരിച്ചാലോ നമ്മളൊരാളെ ആശ്രയിക്കാതെ അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് വീട്ടിലാണെങ്കിൽ അമ്മയായാലും അച്ഛനായാലും നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ അവർ പ്രാപ്തരാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. അപ്പം അങ്ങനെ ഞങ്ങൾ 3 പേരും കേട്ടോ, ഒരാൾ എന്നല്ല, ഞങ്ങൾ 3 പേരും ഷോപ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാളുടെ കല്യാണം കഴിഞ്ഞു, അതിനുശേഷം ചെറിയ ആൾ പോകാൻ തുടങ്ങി. ആദ്യം ഞാൻ തന്നെ പോകാൻ തുടങ്ങി. ഞാൻ ഷോപ്പിൽ പോണ സമയത്തൊക്കെ 2 അനിയത്തിനും പഠിക്കുകയായിരുന്നു കേട്ടോ. ചെറിയ പിള്ളേരായിരുന്നു. ഒരാൾ 8ൽ, ഒരാൾ 5ൽ, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പഠിച്ചായിരുന്നത്. അമ്മയ്ക്ക് പിന്നെ ജോലിക്കൊന്നും പോകാൻ വയ്യാതായി. പിന്നെയാണ് ഈ തൊഴിലുറപ്പൊക്കെ വന്നത്. പിന്നെ അമ്മ ഇങ്ങനെ വഹിക്കുന്ന പോലെ ഈ തൊഴിലുറപ്പിനൊക്കെ പോവായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെയാണ് പിന്നെ നമ്മളെ മുന്നോട്ട് പോയ ജീവിതം എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ ലൈഫിൽ നമ്മളെ ഓരോരോ സമയം കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്ന് പറയാം. അപ്പോൾ ആ കുട്ടി പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാട്ടോ. പിന്നെ ഒരുപാട് പറയുകയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒന്നും എത്തില്ല, ഈ വീഡിയോയിലൊന്നും ഒതുങ്ങില്ല കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞു, 3 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ അമ്മ മാത്രമായി. അമ്മയുടെ മാത്രമല്ല, എന്നാലും അമ്മയുടെ സഹോദരിമാരൊക്കെ അടുത്തടുത്ത് വീടുകളുണ്ട്. അവർ ഒരുമിച്ചിട്ട് തന്നെ കേട്ടോ കഴിയണത്. അത് നമുക്കൊരു തണലാണ്. കാരണം നമ്മൾ 3 എന്തെങ്കിലും സഹായത്തിനൊക്കെ ഓടി വരാനൊക്കെ അവർ തന്നെയാണ്. പിന്നെ അവർ ഒത്തൊരുമിച്ചിട്ട് തന്നെയാണ് കഴിയുന്നതൊക്കെ കേട്ടോ. അതന്നെ ഒരു വളരെ സന്തോഷമാണ് നമുക്ക്. കൂടപ്പിറപ്പുകളൊക്കെ എല്ലാവരും ഒരുമിച്ചുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമൊക്കെയാണ്. അപ്പോൾ പുതിയതായിട്ട് നമ്മുടെ വീഡിയോസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, നമ്മുടെ പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് കാണുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ അമർത്താനൊന്നും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കേട്ടോ. പിന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്, നമുക്ക് അതൊക്കെയല്ലേ വീഡിയോസ് ഇടാനായിട്ട് പറ്റുള്ളൂ. കാരണം നമ്മൾ വെളിയിലൊന്നും എപ്പോഴും പോകുന്നൊന്നുമില്ല. ഇവിടെ വന്നാലും പെട്ടെന്നൊക്കെ വീട്ടിൽ നിന്ന് ഒന്ന് പോകണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. രാജേഷ് ഏട്ടന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടിയാണ്. അപ്പോൾ ഏട്ടൻ രാവിലെ ട്രിപ്പ് കൊണ്ട് പോയിട്ടുണ്ടെങ്കിലൊക്കെ രാവിലെ ഓട്ടം കിട്ടുക, അങ്ങനെ പോയാൽ പിന്നെ വൈകിട്ടൊക്കെ വരുള്ളൂ. അപ്പോൾ ഒരുപാട് സമയം എടുക്കും. എന്നൊന്നിപ്പോൾ നമുക്ക് പുറത്തു പോകാനോ അങ്ങനെയൊന്നും പറ്റില്ല. എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങളുണ്ടെങ്കിൽ പുറത്തു പോകാമെന്നല്ലാതെ അങ്ങനെയൊന്നും പുറത്തു പോകാറില്ല കേട്ടോ. അപ്പം അങ്ങനെ തന്നെ നമ്മൾ സംസാരിച്ച് എവിടേക്കോ എത്തിയിട്ടോ. അപ്പം നമ്മുടെ പുളിഞ്ചാറൊക്കെ ആയിട്ടുണ്ട്. അതേപോലെ വലിയമ്മായി അവർക്കുള്ള ചെറിയമ്മായിക്കുള്ള, അതുപോലെ ഈ ചക്കക്കുരും മുരിങ്ങയുടെ ഇലയും കൂടി വേവിച്ചതിട്ടാ കറി വെച്ചതിട്ട്, അത് നല്ല നമ്മുടെ നാടൻ കറിയല്ലേ, അതൊക്കെയാണ് അവർക്ക് ഇഷ്ടം കേട്ടോ. അപ്പോൾ അവർക്കുള്ള കറി അത് അമ്മായി റെഡിയാക്കിയിട്ടുണ്ട്. അമ്മായി പറഞ്ഞു, എന്നെ അന്വേഷിക്കാറില്ലേ ആരും, ഇപ്പോൾ മെസ്സേജ് അയക്കാറില്ലേ, അങ്ങനെ വിളിക്കാറില്ലേ എന്നാട്ടെ ചോദിച്ചാൽ. അവർക്ക് അറിയില്ലല്ലോ ഇത് വിളിക്കുകയാണോ മെസ്സേജ് ഇടുക എന്നുള്ളതൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവരും അന്വേഷിക്കാറുണ്ട്, ഞാൻ വീട്ടിൽ പോയപ്പോഴൊക്കെ അവർ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ ഞാൻ അമ്മായിയോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ വലിയമ്മയ്ക്ക് വളരെ സന്തോഷമായി. അപ്പം ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ കുറേ ദിവസമായില്ലേ വീഡിയോ ഒക്കെ എടുത്തിട്ട്, അപ്പോൾ എല്ലാം വീഡിയോ എടുത്തോ എന്നൊക്കെ എന്നോട് പറഞ്ഞു കേട്ടോ വലിയമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനെ വീഡിയോ എടുക്കണത്. അപ്പോൾ ഇനി നമ്മൾ മറന്നു പോയിട്ടുണ്ടെങ്കിലും പറയും, കുട്ടി അതാ അവിടെ ഉണ്ട് കേട്ടോ, അത് എടുക്കുന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെ വലിയമ്മായി. അപ്പോൾ എല്ലാവരും വലിയമ്മായിക്കൊരു ഹായ് പറയണം, വലിയമ്മായിനെ അന്വേഷണം എല്ലാവരും മെസ്സേജായിട്ട് ഇടണം കേട്ടോ.
അപ്പോൾ വളരെ അമ്മായിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മുടെ പുളിഞ്ചാറായി. ഇപ്പോൾ ഞാനിന്ന് തോരൻ വയ്ക്കാൻ വേറെ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് ഉരുളൻകിഴങ്ങ് ഇരിക്കുന്നുണ്ട്. സാമ്പാർ പറഞ്ഞിട്ട് എപ്പോഴും ഉരുളൻകിഴങ്ങും സവോളയും എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടാവും കേട്ടോ. അപ്പോൾ അമ്മ കുറച്ചധികം മേടിച്ച് വയ്ക്കും ചെയ്യും. ഇത് തന്നെ നമുക്ക് വണ്ടിക്കാരൊക്കെ വരുമ്പോൾ അവരുടെ അടുത്ത് കുറച്ചധികം മേടിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ കുറച്ച് 2-3 ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഉരുളൻകിഴങ്ങ് മസാല പുരട്ടി വെക്കാമെന്ന് വിചാരിച്ചിട്ട്, ഈ മസാലയൊക്കെ ഇട്ടിട്ട് നമ്മൾ മസാല മെഴുക്ക് പുരട്ടി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതുപോലെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട്. ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. ഒരു ദിവസം രാജേഷേട്ടൻ അവിടെ വന്നിട്ട് ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ അത് ഇന്ന് ഏതായാലും ഉപ്പേരി വയ്ക്കാനൊന്നുമില്ലല്ലോ, അപ്പോൾ ഇന്ന് ഇത് എടുത്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. വെറുതെ നമ്മൾ കുറേ ദിവസം വെച്ചാലും കേട് വന്ന് പോകുമല്ലോ പച്ചക്കറിയൊക്കെ. ഫ്രിഡ്ജിൽ വെക്കാന്നുണ്ടെങ്കിലും കുറേ ചുക്കി ചുളിഞ്ഞിട്ടും കുറേ അളിഞ്ഞിട്ടും, തക്കാളി ആണെങ്കിലും കുറച്ച് ദിവസമൊക്കെ അധികം വെക്കുമ്പോഴൊക്കെ പെട്ടെന്ന് കേട് വന്ന് പോവും. അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ വേഗം അതെടുത്ത് നന്നാക്കി വേഗം കുറച്ച് മസാലയൊക്കെ പുരട്ടി വേഗം ഉണ്ടാക്കിയിട്ടോ. ഗരം മസാല, മല്ലിപ്പൊടി, മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളിയൊക്കെ തൂമിച്ചിട്ട് 2-3 ചെറിയ സവോള എടുത്തു കേട്ടോ. നല്ല കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഇതാ മസാല മെഴുക്ക് പുരട്ടിയായി. അങ്ങനെ രാജേട്ടൻ വന്നു കേട്ടോ. രാജേട്ടൻ വന്ന സമയത്താണ് പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരാനൊക്കെ ഹെൽപ്പ് ചെയ്തു കേട്ടോ എന്നെ. ഒരുപാട് പറഞ്ഞിട്ട് ഏട്ടൻ വരുന്ന സമയത്തല്ലേ ഏട്ടൻ അങ്ങനെയൊക്കെ വീഡിയോ എടുത്ത് തരാൻ പറ്റുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകില്ലല്ലോ. അപ്പോൾ ഇതാ മസാല പുരട്ടിയായി. പിന്നെ ഏട്ടൻ വന്നപ്പോൾ ഒരു മുട്ടയും പൊരിച്ച ഏട്ടന് ചോറ് കൊടുത്തു കേട്ടോ. അപ്പോൾ ഏട്ടന് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സിമ്പിൾ കറികളൊക്കെ ആണെങ്കിൽ രാജേഷേട്ടൻ കഴിക്കും കേട്ടോ. പിന്നെ കടല, പയറ് അങ്ങനെയുള്ളതൊന്നും രാജീവേട്ടൻ കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനെ അധികം സാമ്പാർ തന്നെ വെക്കുന്നത്. പിന്നെ മോര് കറി അങ്ങനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന വീഡിയോസാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഒരിക്കൽ കൂടി പറയാണ് കേട്ടോ. പറഞ്ഞു വെറുപ്പിക്കുമല്ല നിങ്ങളെ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയോ, ചിലവർ ഇഷ്ടമല്ല അത് എന്താ നിങ്ങളോട് എന്ന് സാമ്പാറാണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക, ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ കാണണ്ട. അത്രയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇഷ്ടങ്ങളും ഇഷ്ടക്കേടൊക്കെ നിങ്ങളുടേതല്ലേ. അപ്പോൾ നമുക്ക് അതിലൊന്നും വേറൊരു എതിരഭിപ്രായം പറയാൻ പറ്റില്ലല്ലോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും ഇപ്പോൾ രാവിലെ നേരം വെളുത്താൽ നമ്മൾ ഈ കുഞ്ഞു വാവിനെയും കൊണ്ടുള്ള ജോലികൾ, അവളുള്ള ഓരോ തിരക്കുകളും പിന്നെ വീട്ടിലെ ജോലികൾ തന്നെ അല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളെന്ത് എന്ന് ഈ കിച്ചണിൽ വർക്ക് ചെയ്യണത്, അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് വീഡിയോ ചെയ്തുകൂടെ അങ്ങനെ ഇങ്ങനെയെന്ന് കേട്ടോ. മാക്സിമം നമ്മൾ എല്ലാ വീഡിയോസും കവർ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഡേ ഇൻ മൈ ലൈഫൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ മുതലുള്ള വീഡിയോസ് പിന്നെ 20 മിനിറ്റ് 25 മിനിറ്റ് എങ്കിലും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടേ. അപ്പോൾ ഫോണിലൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഒരുപാടാവുമ്പോഴൊക്കെ ഹാങ് ആവുക, അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. വീഡിയോ നിർത്തിയാലോ എന്നൊക്കെ വരെ ഞാൻ വിചാരിച്ചു കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മോളെയും കൊണ്ടൊന്നും എനിക്ക് ഒന്നിനും പറ്റാത്തൊരവസ്ഥയായി. പിന്നെ നമുക്ക് വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ ഇല്ലാത്തവരാരും ഇല്ലല്ലോ. എൻ്റെ മുഖം എപ്പോഴും വീർത്ത് കെട്ടിയിരിക്കുന്നത്, എന്താ ചിരിക്കാത്ത, ഇവിടെ വന്നാൽ ചിരിയേ ഇല്ലല്ലോ എന്നൊക്കെ ഒരുപാട് മെസ്സേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എത്ര വലിയ പുറമേ ചിരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിഷമവും സങ്കടവും ഇല്ലാത്ത മനുഷ്യരില്ലല്ലോ. അപ്പോൾ അതാരായാലും, ഞാനെന്നല്ല ഏതൊരു വ്യക്തിയായാലും നമുക്കുണ്ടാവും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് മുഖത്ത് കാണും കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ ഒന്നുമല്ല കേട്ടോ. എല്ലാവർക്കും ബൈ.